പ്രിയമുള്ള സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം. ഇൻഫോ മീഡിയ വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമുക്ക് ശക്തമായിട്ടുള്ള മഴ തുടരുന്ന സാഹചര്യമാണ്. മാത്രവുമല്ല, കേരളത്തിലെ പല ജില്ലകളിലും അവധി പ്രഖ്യാപനങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഇതിനിടയിൽ പല ആളുകളും പെൻഷനുമായി ബന്ധപ്പെട്ടുള്ള പലതരത്തിലുള്ള അറിയിപ്പുകൾ ഇപ്പോൾ ചോദിക്കുന്നുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ പൂർണ്ണമായും കാണുക, വീഡിയോ ലൈക്ക് ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ തീർച്ചയായിട്ടും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഫേസ്ബുക്ക് വഴി ഈ ഒരു വീഡിയോ കാണുന്നവർ നമ്മുടെ ഫേസ്ബുക്ക് പേജ് കൂടി ഫോളോ ചെയ്യുക. നമ്മുടെ സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ്റെ വിതരണവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഓണം വരികയാണ്. ഓണത്തോടനുബന്ധിച്ച് തുകയുടെ വർധനവ്, അതുപോലെ തന്നെ 2 മാസത്തെ തുകയുടെ വിതരണം, ഇതുമൊക്കെയായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള സംശയങ്ങൾ ഉയരുന്നുണ്ട്. കൂടാതെ തന്നെ കിസാൻ സമ്മാൻ നിധി ആനുകൂല്യം വീണ്ടും ഓണത്തോടനുബന്ധിച്ച് ലഭിക്കുമോ എന്നുള്ള കാര്യങ്ങൾ, ക്ഷേമ പെൻഷൻ ഏത് ദിവസങ്ങളിലാണ് ലഭിക്കുക, അത് 2 മാസ തുക ലഭിക്കുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ കാര്യമായിട്ട് നമുക്ക് പറയേണ്ടത് കിസാൻ സമ്മാൻ നിധിയാണ്. കിസാൻ സമ്മാൻ നിധി ആനുകൂല്യം കൈപ്പറ്റുന്ന എല്ലാ ആളുകളും ശ്രദ്ധിക്കേണ്ടത്, കിസാൻ സമ്മാൻ നിധി എന്ന് പറയുന്നത് 4 മാസം കൂടുമ്പോൾ ഒരു തവണ ലഭിക്കുന്ന ഒരു കേന്ദ്ര സർക്കാർ പദ്ധതിയാണ്. അപ്പോൾ ഈ ആനുകൂല്യപ്രകാരം നമ്മുടെ ഏതെങ്കിലും പ്രാദേശിക തലത്തിലുള്ള അല്ലെങ്കിൽ ഒരു സംസ്ഥാനത്തിലെ എന്തെങ്കിലും ഒരു ഉത്സവത്തിൻ്റെ പേരിൽ ആ ഒരു തുകയുടെ വിതരണം ഉണ്ടാകില്ല. അത് സാധാരണ രീതിയിൽ ലഭിക്കുക കറക്റ്റായിട്ട് 4 മാസം കൂടുമ്പോൾ ആ 4 മാസ കാലയളവിലെ അവസാന സമയത്ത്, അതായത് ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ എന്നുണ്ടെങ്കിൽ ഈ 4 മാസ കാലയളവ് ഒരു ത്രൈമാസമാണ്. ഇതിലെ ഏപ്രിൽ മാസത്തിലായിരിക്കും ഈ ഒരു തുക ലഭിക്കുക. അതുപോലെ തന്നെ ക്ഷേമ പെൻഷൻ്റെ വിതരണം എന്ന് പറയുന്നത് എല്ലാ മാസവും ലഭിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ കിസാൻ സമ്മാൻ നിധി ആനുകൂല്യം നമുക്ക് ഓണത്തിന് ലഭ്യമാകില്ല എന്നുള്ളൊരു കാര്യം പൊതുജനങ്ങളൊന്ന് പ്രത്യേകം മനസ്സിലാക്കുക. രണ്ടാമത്തെ കാര്യം ക്ഷേമ പെൻഷനാണ്. ക്ഷേമ പെൻഷൻ്റെ വിതരണം എന്ന് പറയുന്നത് എല്ലാ മാസവും 20-ാം തീയതിയോടുകൂടിയാണ്, അല്ലെങ്കിൽ 22, 23 തീയതി വരെയൊക്കെ പരമാവധി വരും. പക്ഷേ ഈ മാസം ഓണം ഉള്ളതുകൊണ്ട് തന്നെ ക്ഷേമ പെൻഷൻ്റെ വിതരണം ഒരു 10 ദിവസം വരെ മുന്നോട്ട് പോകാനുള്ള സാധ്യതയാണ്. അതായത് 25-ാം തീയതി ലഭിക്കേണ്ട തുക നമുക്കൊരു 10-ാം തീയതിയോടുകൂടി ലഭിക്കും എന്നുള്ളൊരു കാര്യമാണ്. മുന്നോട്ടല്ല, പിന്നോട്ട് പോകുന്ന സാഹചര്യമായിരിക്കും. ഒരു 5-6 ദിവസം കഴിയുമ്പോൾ തന്നെ ഇത് സംബന്ധിച്ചുള്ള ഉത്തരവ് സംസ്ഥാന ധനകാര്യ വകുപ്പ് പുറപ്പെടുവിക്കും. അതിനുശേഷം തുക വിതരണം ചെയ്യും. പരമാവധി 2 മാസത്തെ വരെ തുക ലഭിക്കാനാണ് സാഹചര്യം ഉള്ളത്. പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ടത്, ഉത്സവ സീസണുകളിൽ 2 മാസത്തെ തുക വിതരണം ചെയ്യുന്ന ഒരു നടപടി മുൻപ് തന്നെ LDF സർക്കാർ കൊണ്ടുവന്നിരുന്നു. അതേ രീതിയിൽ തന്നെ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യാനുള്ള നടപടി ഉണ്ടാകുമെന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോൾ 4000 രൂപ വരെ കൈകളിലേക്ക് ലഭ്യമാകുന്ന സാഹചര്യം ഉണ്ടാകും. പക്ഷേ അതിനു മുമ്പ് മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. പെൻഷൻ തുക വർദ്ധിപ്പിക്കാനുള്ള ഒരു സാഹചര്യം കൂടി നിലനിൽക്കുകയാണ്. പെൻഷൻ തുക വർദ്ധിപ്പിക്കുകയാണെങ്കിൽ തുക ലഭിക്കുക 5000 രൂപ വരെ ലഭിക്കാം. ഒറ്റത്തവണയായി 1000 രൂപ വർദ്ധിപ്പിക്കാതെ 500 രൂപ വീതമാണ് വർദ്ധിപ്പിക്കുന്നതെങ്കിൽ 2 മാസത്തെ തുകയായി 2500 വീതം 2 ഗഡു, അപ്പോൾ 5000 രൂപ ലഭിക്കാം. കൂടാതെ 3000 രൂപയായിട്ട് തുക വർദ്ധിപ്പിക്കുകയാണ് എന്നുണ്ടെങ്കിൽ 2 മാസത്തെ തുകയായ 6000 രൂപ വരെ ക്ഷേമ പെൻഷൻ ലഭ്യമാകും എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പ്. വളരെ പ്രാധാന്യം അറിയിക്കുന്ന കാര്യമാണ്. ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട് വളരെയധികം ആളുകൾ സംശയങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു കാര്യം ഇപ്പോൾ വീഡിയോ ആയിട്ട് ചെയ്തിരിക്കുന്നത്. കിസാൻ സമ്മാൻ നിധി ലഭിക്കില്ല, കിസാൻ സമ്മാൻ നിധി ആ ഒരു കാലയളവിൽ മാത്രമേ ലഭ്യമാകുള്ളൂ എന്നുള്ളൊരു കാര്യം കൂടി പൊതുജനങ്ങളൊന്നും പ്രത്യേകം മനസ്സിലാക്കുക. കൂടാതെ ശക്തമായ മഴയാണ്. പൊതുജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കുക. വെള്ളച്ചാട്ടങ്ങളിലൊന്നും പോയി ചാടരുത്. കുട്ടികളെയൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ഒരു ചൂണ്ടയിടാനൊക്കെ എന്ന് പറഞ്ഞ് വിദ്യാർത്ഥികളൊക്കെ പുറത്തു പോകരുത്. അവധി സമയങ്ങളാണ്. വീടുകളിൽ തന്നെ ഇരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കുക.